ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സകലനിഗമഗീതാം ബ്രഹ്മവിദ്യാം വിശുദ്ധാം നിജഗുരുരമണേഷ്ടാം ശങ്കരാചാര്യകുഷ്ടാം ദദതി കരുണയായേ പ്രൗഢഗംഭീരവാചാം രമണചരണതീർത്ഥാൻ ദേശികാൻ താൻ നമാമഃ. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതം വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ന ഭൂമിർന തോയം ന തേജോ ന വായുഃ ന ഖം നേന്ദ്രിയം വാ ന തേഷാം സമൂഹഃ. അനൈകാന്തികത്വാദ് സുഷുപ്ത്യൈകസിദ്ധഃ തതേകോ വശിഷ്ടഃ ശിവഃ കേവലോഹം. ഇന്നലെ 8 വയസ്സായിട്ടുള്ള കുട്ടി പരമജിജ്ഞാസയോടുകൂടി തൻ്റെ ഗുരുവിൻ്റെ അടുത്തേക്ക് വന്ന സന്ദർഭം ഒക്കെ നമ്മൾ ആത്മതീർത്ഥം എന്ന ഗ്രന്ഥത്തിൽ ആശ്രയിച്ചുകൊണ്ട് അല്പാൽപ്പം അനുഭവിച്ചു. സ്വാത്മപ്രകാശത്തെ കാട്ടിത്തരണതായിട്ടുള്ള 10 ശ്ലോകങ്ങളാണ്. തൻ്റെ ഗുരു നീ ആര് എന്ന് ചോദിച്ചപ്പോൾ ആചാര്യസ്വാമികളുടെ ഹൃദയത്തിൽ നിന്നും ആവിർഭവിച്ചത് എന്നുവെച്ചാൽ ഗുരുവിനെ കണ്ട ആ ക്ഷണം ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ച അസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ. ആത്മസ്വരൂപമായിട്ടുള്ള ഗുരുവിനെ കണ്ടപ്പോൾ താൻ വേറെയല്ല ഗുരു വേറെയല്ല എന്നുള്ളൊരു ഭാവം നീ ആര് എന്ന ചോദ്യത്തിന് എൻ്റെ നിജസ്വരൂപത്തെ പറഞ്ഞു കൊടുത്തു. സാമാന്യമായിട്ട് നീ ആര് എന്ന ചോദ്യത്തിൽ ഉത്തരം അവിദ്യയായിരിക്കും. അവിദ്യാരൂപമായിട്ടുള്ള ഉത്തരമേ നമുക്ക് കൊടുക്കാൻ സാധ്യമുള്ളൂ. കാരണം വ്യവഹാരത്തിൽ വേദാന്തമോ ഉപനിഷത്തോ ആത്മാവോ ഇല്ല. ആത്മാവിനെ കൊണ്ട് വ്യവഹരിക്കാൻ സാധ്യമല്ല. കർമ്മം അതിൻ്റെ സ്വരൂപമല്ല, കർമ്മത്തിൻ്റെ ഫലവുമല്ല ആത്മജ്ഞാനം. ആത്മജ്ഞാനം നിത്യസിദ്ധമായതാണ്. അത് എല്ലാവരുടെ ഉള്ളിലും നിത്യനിരന്തരമായിട്ട് ഞാൻ സ്ഫുരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സെൻറ്ററാണത്. സർവത്തിൻ്റെയും യോനി, സർവവസ്തുവിൻ്റെയും പിറപ്പിടം. ഏതസ്മാത് ജായത്തെ പ്രാണോ മനഃ സർവേന്ദ്രിയാണി ച ഖം വായുജ്യോതിരാപഃ പൃഥിവീ വിശ്വസ്യ ധാരിണി എന്ന് ശ്രുതിപ്രമാണം. ഏതസ്മാത് ജായത്തെ പ്രാണോ മനഃ സർവേന്ദ്രിയാണി ച. ഏതൊരു പൊരുളിൽ നിന്നാണോ പ്രാണം മനസ്സ് സർവ ഇന്ദ്രിയങ്ങളും ഒക്കെ ഉണ്ടായത്, അതിൽ നിന്ന് തന്നെയാണ് ഖം വായു ജ്യോതി ആപഹ. ഖം എന്ന് പറഞ്ഞാൽ ആകാശം, വായു, ജ്യോതി അഗ്നി, ആപഹ ജലരാശി, പൃഥിവി ഈ ഭൂമി ഒക്കെ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്നും ഉണ്ടായ സ്ഥൂല വസ്തുക്കളെയൊക്കെ ഞാൻ എന്ന് കരുതുന്നു. അതുകൊണ്ട് ആ അജ്ഞാനത്തെ അശേഷം ഇല്ലാതാക്കിക്കൊണ്ടുള്ള മറുപടിയാണ് ശങ്കരൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. ന ഭൂമിഹി ന തോയം ന തേജഃ ന വായുഃ നഖം
ഈ പഞ്ചഭൂതങ്ങളൊന്നും ഞാനല്ല. പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ അഗ്നി, ജലം, വായു, ആകാശം, ഭൂമി, പൃഥ്വി. ഈ പഞ്ചഭൂതവും ഞാനല്ല എന്ന് വെച്ചാൽ ഈ പഞ്ചഭൂതമായിട്ടും ഞാൻ സംബന്ധപ്പെട്ടിട്ടില്ല എന്നർത്ഥം. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചം. അതുകൊണ്ട് തന്നെ പ്രകർഷേണ പഞ്ചം, അതാണ് പ്രപഞ്ചം, പഞ്ചീകൃതമായത്. ഈ പ്രപഞ്ചം ഞാനല്ല. ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നാലാണ്, നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്, വേൾഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്, എൻവയോൺമെന്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 5 എലമെന്റ്സ്. സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 5 എലമെന്റ്സ് എവിടെ നിൽക്കണു എന്നുള്ളത് ഇന്നും ശാസ്ത്രത്തിന് സംശയമാണ്. പക്ഷേ നമ്മുടെ പൂർവികര് കൃത്യമായിട്ട് പറഞ്ഞു തരണം, ഇതെല്ലാം ഒരു സർഫസിലാണ് നടക്കുന്നത്, ഇതെല്ലാം ഒരു ആകാശത്തിലാണ് നടക്കുന്നത്, ഒരു പരാകാശത്തിലാണ് നടക്കുന്നത്, ആത്മാവിൽ നിന്നാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു. ഏതസ്മാദാത്മന ആകാശസംഭൂതഃ ആകാശാത് വായുഃ വായോരഗ്നിഃ അഗ്നേരാപഃ അദ്ഭ്യഃ പൃഥിവീ പൃഥിവ്യാമോഷധയഃ ഓഷധേഭ്യോ അന്നം അന്നാത് പുരുഷഃ. ഒരേ ഒരു ആത്മാവിൽ നിന്നാണ് ആകാശം, വായു, അഗ്നി, ജലം, പൃഥിവി, ഓഷധി വനസ്പതികള്, ഓഷധി വനസ്പതിയിൽ നിന്നും അന്നം, അന്നത്തിൽ നിന്നും പ്രാണൻ ഒക്കെ ഉണ്ടായിരിക്കണത്, പുരുഷൻ ഉണ്ടായിരിക്കണത്. അംശം ഈ ശരീരത്തിലുണ്ട്. ഈ ശരീരം ഞാനെന്ന് കരുതണു. അതുകൊണ്ട് ഈ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഈ ശരീരം ഞാനല്ല, ഈ പഞ്ചഭൂതങ്ങളൊന്നും ഞാനല്ല. ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് ഫോം, സ്ഥൂലമായ ഒരു ഫോം. ആ സ്ഥൂലത്തിൽ നിന്നും കുറച്ചും കൂടെ സൂക്ഷ്മമായിട്ട് വന്നാൽ ജലം. ജലം ഒരിടത്ത് സോളിഡായിട്ട് നിൽക്കില്ല, അത് പരവിക്കൊണ്ടിരിക്കും. അതിന് ഒരു വ്യാപ്തി എത്രയോ അത്രയും പരവും. അഗ്നി, അഗ്നിം ഊർധ്വാ ചക്ഷുഷി ചന്ദ്രസൂര്യോ ദിശ ശ്രോത്രേ വാക്വിവൃതാശ്ച വേദാഃ വായു പ്രാണഃ ഹൃദയം വിശ്വമസ്യ പദഭ്യാം പൃഥിവീ ഹേഷ സർവഭൂതാന്തരാത്മാ. ഉപനിഷത്ത് നിരൂപണമേ ഉണ്ട്. അഗ്നിം ഊർധ്വാ, അഗ്നി ഊർധ്വമാണ്. ഊർധ്വത്തിലേക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കും അഗ്നി. എന്തുകൊണ്ടാ? വായുവിൻ്റെ സഹായമില്ലാതെ അഗ്നിക്ക് പറ്റില്ല, അഗ്നിയുടെ സഹായമില്ലാതെ വായുവിന് പറ്റില്ല. പരസ്പര പൂരിതമായിട്ടിരിക്കണം. പക്ഷെ ആത്മാവോ ഇതിനെ ഒന്നും ആശ്രയിച്ചിട്ടില്ല. ഇതെല്ലാം ആശ്രയിക്കുന്നത് ഒരേ ഒരു ആത്മാവിനെ. വളരെ സൂക്ഷ്മമായിട്ടുള്ള, അതിസൂക്ഷ്മമായിട്ടുള്ള വിദ്യ. സുസൂക്ഷ്മം തതവ്യയം യത് ഭൂതയോനിം പരിപശ്യന്തി ധീരാഹ. നല്ല തെളിഞ്ഞ ബുദ്ധിയുള്ളവർക്ക്, നല്ല ശുദ്ധമായിട്ടുള്ള ബുദ്ധിയുള്ളവർക്ക്, നല്ല ശ്രദ്ധാലുവായിട്ടുള്ളവർക്ക് ഈ സർവപ്രപഞ്ചത്തിൻ്റെയും മൂലത്തെ അറിയാൻ പറ്റണം, കാണാൻ പറ്റണം. പരിപശ്യന്തി, വീണ്ടും വീണ്ടും ചുറ്റി 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 അവിടെ തന്നെ ദർശിക്കണം. എന്ത് കാണിച്ചു കൊടുത്താലും ഈശ്വര സ്വരൂപം. പ്രഹ്ലാദനൊക്കെ അങ്ങനെയായിരുന്നു. പ്രഹ്ലാദന്റെ അടുത്ത് ഹിരണ്യകശിപു ചോദിക്കുകയാണ്, എവിടെയാ നിന്റെ ഈശ്വരൻ, എവിടെയാ നിന്റെ നാരായണൻ ചോദിച്ചു. അപ്പൊ പ്രഹ്ലാദൻ പറയണു, എവിടെയാ എൻ്റെ നാരായണൻ ഇല്ലാത്തത്? സർവത്തിലും എൻ്റെ നാരായണൻ ഇരിക്കണല്ലോ. എവ്രിവെയർ ഇറ്റ് ഈസ് ഫുള്ളി ഫിൽഡ് വിത്ത് നാരായണൻ. സ്പേസ്, ഈ സ്പേസ് ഈസ് ഫുൾ ഓഫ് എയർ എന്ന് പറയാൻ നമുക്ക് സംശയമൊന്നുമില്ല. ഈ സ്പേസ് മുഴുവൻ എയറാണ്. അതേ ടൈമിൽ ഈ സ്പേസ് എവിടെയെന്ന് നോക്കാൻ പറ്റുമോ? കാണാൻ പറ്റണില്ല. അതിൻ്റെയും സുസൂക്ഷ്മമായിട്ടുള്ള വസ്തുവിനെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? പക്ഷെ ആ പൊരുൾ ഉണ്ട്. ഞാൻ എന്നൊരു അനുഭവം നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? വി ക്യാൻ ഐഡന്റിഫൈ ഇറ്റ് എനി പാർട്ട് ഓഫ് അവർ ബോഡി. ഏതെങ്കിലും ഒരു പാർട്ടിൽ ഞാൻ എന്നൊരു അനുഭവത്തെ നമുക്ക് അറിയാൻ പറ്റുമോ? ഇപ്പൊ ഹൃദയ കുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി അഹമഹമിതി സാക്ഷാത് ആത്മരൂപേണ ഭാതി എന്ന് രമണ മഹർഷി പറഞ്ഞിരിക്കണു. ഹൃദയം ഹാർട്ട് സെന്ററിലാണ് ഇരിക്കണത് എന്ന് പറയുന്നു. അത് പലതരത്തിലും ഉപനിഷത്തൊക്കെ പറയുന്നുണ്ട്.
അങ്കുഷ്ടമാത്രം പുരുഷ. ഏതോ സെന്ററൊക്കെ, ഏതോ വസ്തുവിനെയൊക്കെ ഇതാണ് ഹാർട്ട് സെന്റർ, ഇതാണ് നമ്മുടെ സെന്റർ എന്നൊക്കെ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഓൺലി ഫോർ ഉപാസന. ഏതെങ്കിലും ഒരിടത്ത് നിന്റെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തില് സർവത്തിലും സർവഗതം എവിടെയും നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ളത്, വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ളത്, പരവിയിരിക്കുന്നതായിട്ടുള്ള ആത്മസ്വരൂപം. അതാണ് എൻ്റെ സ്വരൂപമെന്ന് ഒരുവൻ ശാസ്ത്രത്തിലൂടെയും ഗുരുവാക്യത്തിലൂടെയും ചിലപ്പോൾ ഗുരുസന്നിധിയിൽ തന്നെ വിളക്കം വരണം. ഈ കുട്ടിക്കൊക്കെ അങ്ങനെയാണ്. ശങ്കരാചാര്യറിന് ശാസ്ത്രബോധത്തിലൂടെ ഗുരുസന്നിധിയിൽ ആ ശാസ്ത്രത്തിൻ്റെ പൊരുളായിരിക്കുന്ന പൊരുളിനെ കണ്ടപ്പോൾ തെളിവ് വന്നു. ഉള്ളില് ആ ജ്ഞാന തെളിവ് വെളിയിൽ വന്നു. ആ ജ്ഞാന തെളിവാണ് ഈ ദശശ്ലോകി. അതിൽ പറയണു, ഈ പഞ്ചഭൂതങ്ങളൊന്നും ഞാനല്ല. ന ഭൂമിഹി ന തോയം ന തേജഃ ന വായുഹു ന ഖം. ഭൂമി എന്ന് പറഞ്ഞാൽ പൃഥ്വി, തേജഃ എന്ന് പറഞ്ഞാൽ അഗ്നി, തോയം എന്ന് പറഞ്ഞാൽ ജലം, വായു എയർ, നഖം, ഖം എന്ന വാക്കിന് ആകാശം എന്നർത്ഥം. ഖം ആകാശം. ഈ പഞ്ചഭൂതങ്ങളൊന്നും ഞാനല്ല. ന ന ന എന്ന വാക്കിന് എന്തർത്ഥം? നിഷേധാത്മകം. ഇതിനെ നിഷേധിക്കണം. ഇതിനാണ് നമ്മുടെ സാധനയൊക്കെ. നമ്മുടെ സാധനാ പദ്ധതി എന്തിന് നിലകൊള്ളണു എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിനെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രപഞ്ചങ്ങളും ഒക്കെ നമ്മൾ പോയി പറ്റുവെച്ചിരിക്കണു. അതിന് അതാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ദാറ്റ് ഈസ് പ്രൈമൽ ഇഗ്നറൻസ്. ശങ്കരാചാര്യ ഈസ് പോയിന്റിങ് ഔട്ട് ദി ഫസ്റ്റ് പ്രൈമൽ ഇഗ്നറൻസ്. ആദ്യമായിട്ട് നമ്മുടെ ഉള്ളിൽ ജനിക്കുന്നതായിട്ടുള്ള പ്രൈമൽ ഇഗ്നറൻസ് ഞാൻ ഈ ശരീരമാണ്. മഹർഷിയും എല്ലാവരും ഇതിനെ തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഊനാറുടൽ ഇതുവേ നാനാം എനും നിனைவே നാനാ നിனைவுകൾ ഷേരോർ നാരനുമദന. ഊനാർ ഉടൽ ഇതുവേ നാനാം എനും നിனைவே. ഈ ശരീരം ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നു. ദാറ്റ് ഈസ് ഓൺലി തോട്ട്. ഈ ശരീരത്തിൻ്റെ ഒരു ഭാഗവും ആംപ്യൂട്ടേറ്റ് ചെയ്ത് മാറ്റിയാൽ അത് ഞാൻ എന്നൊരു അനുഭവത്തെ തരില്ല. അതിലൊരു ഞാനെ നമുക്ക് കാണാൻ പറ്റില്ല. ഒരു സ്പേസിൽ അതില്ല. അത് ഹൃദയത്തിന് ശസ്ത്രക്രിയ ചെയ്താലും ഇപ്പം തലകൂടയ്ക്കും മാറ്റി വയ്ക്കാം എന്നുള്ള ശാസ്ത്രമൊക്കെ വന്നു. വലിയ എളുപ്പമായി. ധാരാളം കടം വാങ്ങിച്ചിട്ട് തല മാറ്റി വെച്ചാൽ മതി, രക്ഷപ്പെടാം അല്ലേ? നല്ല എളുപ്പത്തിലായി ഇന്ന് നമ്മുടെ ശാസ്ത്രമൊക്കെ നമുക്ക് കൊണ്ടുവരുന്നു. എന്തൊക്കെ മാറ്റി വെച്ചോളൂ, ശാന്തിയുണ്ടോ? എന്തൊക്കെ മാറ്റി വെച്ചാലും ശാന്തിയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നീ മാറ്റി വെക്കണതും എടുത്തു വെക്കണതും ഒക്കെ അനിത്യമായ പൊരുളിനെയാണ്. നിത്യമായ ഒരു പൊരുളിനെ നീ ഐഡന്റിഫൈ ചെയ്യണില്ല, നീ റെക്കഗ്നൈസ് ചെയ്യണില്ല. ഉപനിഷത്തെ പറയണു അഹരഹർ ഗച്ഛതി. യാജ്ഞാവൽക്യൻ പറയാണ് നിത്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. അഹരഹർ ഗച്ഛതി. എപ്പോഴാ? സുഷുപ്തിയില്. അതിനെയാണ് ഇവിടെ ആചാര്യസ്വാമികളും പറയാൻ പോണത്. ന ഇന്ദ്രിയഃ ന തേഷാം സമൂഹഃ. ഞാൻ ഇന്ദ്രിയങ്ങളും അല്ല. ഇന്ദ്രിയങ്ങളൊന്നും സുഷുപ്തി നിലയിലില്ല. സുഷുപ്തി നിലയിൽ സർവ ഇന്ദ്രിയങ്ങളും അടങ്ങിയിരിക്കണു, ലയിച്ചിരിക്കണു. ഏതൊരു പൊരുളാണോ ആ പൊരുളായിട്ട് തന്നെ അടങ്ങിയിരിക്കണം. അന്ന് കണ്ണ് കാണണില്ല, കാത് കേൾക്കണില്ല, മൂക്ക് മണക്കണില്ല, നാക്ക് രുചിക്കണില്ല. നല്ല ഡീപ്പ് സ്ലീപ്പിലിരിക്കുന്ന ആളുടെ മുമ്പിൽ പോയിരുന്നിട്ട് നല്ല രഹസ്യം ഒച്ചത്തിൽ പറഞ്ഞാൽ കൂടെ അയാൾ കേൾക്കില്ല. പ്രൊവൈഡഡ് ഹീ ഷുഡ് ബി ഇൻ ഡീപ്പ് സ്ലീപ്പ്. അല്ലെങ്കിൽ കേൾക്കും. ഡീപ്പ് സ്ലീപ്പിലാണെങ്കിൽ he will not listen it. He can't listen it because every ശക്തി അത് ചിത് ശക്തിയായി മാറിയിരിക്കുന്നു. എല്ലാ ശക്തി, കാഴ്ചശക്തി, കേൾവി ശക്തി, മണക്കണതും ഒക്കെ ഈ ചിത് ശക്തി രൂപത്തിൽ മനസ്സിൽ അടങ്ങി മനസ്സെന്നൊരു പാക്കറ്റ് കൂടെ അകത്തുള്ളിലേക്ക് മാറിയിരിക്കുന്നു. സ്വഗ്രഹത്തിൽ പോയിരിക്കുന്നു. എപ്പോൾ ഉണരണോ, സുഷുപ്തി വിട്ട് ഉണരണോ, സർവ ഇന്ദ്രിയങ്ങളും വരണം.
സർവ ഇന്ദ്രിയങ്ങളെയും നമ്മൾ കണക്കാക്കുന്നത് ഈ പഞ്ചഭൂത സിദ്ധാന്തത്തിലൂടെയാണ്. ഭൂമി എന്തിൻ്റെ കാരകനാണ്? ജ്യോതിഷശാസ്ത്രമോ പൂജയോ ഒക്കെ എടുത്താലും എല്ലാത്തിൻ്റെയും അടിസ്ഥാനം പഞ്ചഭൂതം. എവറി ക്രിയ, എവറി ശാസ്ത്രം ഈസ് ബേസ്ഡ് ഓൺ പഞ്ചഭൂത സിദ്ധാന്തം. വേദാന്തം ഈ പഞ്ചഭൂത സിദ്ധാന്തത്തെ അപ്പാടെ തള്ളിക്കളയണം. ഫുള്ളി നെഗ്ലക്റ്റിംഗ് ഇറ്റ്, റിജക്റ്റിംഗ് എവറിത്തിങ്. എല്ലാത്തിനും തള്ളിക്കളഞ്ഞ് അവസാനം തള്ളിക്കളയാൻ പറ്റത്തില്ലാത്ത ഒരു പൊരുൾ ഉള്ളിൽ ഇരിക്കണത് കാണാം, അതായിട്ടിരിക്കണത് കാണാം. ബാക്കിയെല്ലാം ഒരു അഹങ്കാരമാണ്, ഒരു അജ്ഞാനമാണ്. ഈ അജ്ഞാനം കൊണ്ട് ഈ സെന്റർ മൂടപ്പെട്ടിരിക്കും. തേഷാം സമൂഹം എന്ന് പറഞ്ഞ സംഘാതം, സംഘം, കൂടിച്ചേർന്ന് നിൽക്കല്, ഒരു കൂട്ടായ്മ. ഇത് ഓരോന്നും ഞാനല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൂടി നിൽക്കണതാണോ ഞാൻ ചോദിച്ചാൽ അതുമല്ല. പഞ്ചകോശ നിർമ്മിതമാണ് ഈ ശരീരം. ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ പഞ്ചകോശങ്ങളുമുണ്ട്. കോശം എന്ന വാക്കിന് ലിമിറ്റ് എന്നർത്ഥം, ഒരു ലിമിറ്റഡ് ആയിട്ട്. അതിൽ ആനന്ദമയ കോശവുമുണ്ട്. അത് ആത്മാവിനെ തൊട്ട് സ്പർശിച്ചിട്ട് പോകണത്ര. ജസ്റ്റ് ഒരു സാറ്റ് പോലെ തൊട്ടിട്ട് പോകും. തിരിച്ച് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ടുള്ള സർക്കിൾ നടന്നുകൊണ്ടേയിരിക്കും. പരസ്പര പൂരിതമാണ്. ഉപനിഷത്തെല്ലാം അതിനെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പഞ്ചകോശ നിരൂപണമൊക്കെ ഉണ്ട്, വേറെ വിഷയം. അതുകൊണ്ട് ഞാൻ ഭൂമിയല്ല, ഞാൻ ആകാശമല്ല, പഞ്ചഭൂതങ്ങൾ ഒന്നും തന്നെയല്ല, ഈ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരവും ഞാനല്ല, ഇതിൻ്റെ ഒരു കൂടിച്ചേരലും ഞാനല്ല. ആ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള പഞ്ചഭൂത ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങൾ ഞാനല്ല. നോക്കൂ, കണ്ണ് കാണണോ, ദാറ്റ് ഈസ് കാഴ്ച ശക്തി. അത് രൂപം, അതിൻ്റെ കാരകൻ അഗ്നിയാണ്. രസത്തിൻ്റെ കാരകൻ ജലമാണ്. സ്പർശനത്തിൻ്റെ കാരകൻ വായുവാണ്. ശബ്ദത്തിൻ്റെ കാരകൻ ആകാശമാണ്. അതുകൊണ്ട് ശബ്ദം വളരെ സൂക്ഷ്മമാണ്. നമ്മൾ കരുതും ഹിയറിംഗ് പ്രോസസ് വെരി ഈസി എന്ന്, കേട്ടാൽ മതിയല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഈ വേദാന്ത ശാസ്ത്രമോ സത്സംഗമോ ഒക്കെ കേട്ടിട്ട് ഒരു തരി വെളിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ സ്വാമി വളരെ സാരവത്തായ ഒരു കഥ പറയും. ഇതൊന്നും ഒരു ഡ്രോപ്പ് കൂടെ എടുത്തുകൊണ്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ശ്രവണം ചെയ്യണത്? ചിലരൊക്കെ പറയും, എത്ര കാലം കൊണ്ട് സത്സംഗം കേൾക്കണു, നിങ്ങൾക്ക് ഒരു ഗുണവും ഇല്ല, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റണില്ലേ? സത്സംഗത്തിൻ്റെ പർപ്പസ് ഈസ് നോട്ട് ടു ടീച്ച് അതേഴ്സ്, ഇറ്റ് ഈസ് ടു ടച്ച് ദി സെന്റർ. സത്സംഗം എന്തിനാന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഫോർ സത്സംഗ് ഇറ്റ് സെൽഫ്, ഒരു സത്സംഗത്തിന് വേണ്ടി മാത്രം. വളരെ ശ്രദ്ധിക്കണം നമ്മൾ. ശുശ്രൂഷുഭി തക്ഷണാത്, അങ്ങനെ ഫലമുണ്ട്. കേട്ട മാത്രമേ തന്നെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ കേട്ട മാത്രയിൽ ഞാൻ അറിഞ്ഞു കളയാമെന്ന് പറഞ്ഞ് വന്നു കളയരുത്, അത്രയേ ഉള്ളൂ. സത്സംഗം ഈസ് ദ സേക്ക് ഫോർ സത്സംഗ്. അത് സത്സംഗത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. അങ്ങനെ നമ്മൾ കണ്ടുവരാവൂ. അങ്ങനെ ഒരമ്മ ഒരു ചാണകമൊക്കെ വാരണ ഒരു തൊഴിൽ സ്ഥാനത്തിൽ ജോലി ചെയ്യണു. നിത്യം കൃത്യസമയത്ത് അമ്മ എത്തും, അവിടെയൊക്കെ വൃത്തിയാക്കി രാവിലെ കാലത്ത് പണി തുടങ്ങും. ഒരു ദിവസം വഴിയിലൂടെ നടന്നു വന്നപ്പോൾ ഭഗവത് കഥകളും പാട്ടുകളും ഭജനയൊക്കെ കേട്ടപ്പോൾ ഈ അമ്മ വിചാരിച്ചു, നല്ല ശബ്ദം നല്ല പോലെ കേൾക്കണമുണ്ടല്ലോ, ഒന്ന് പോയി ഒന്ന് കേട്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഈ അമ്മ പോയി അവിടെ പോയി ചെയറിൽ പോയിരുന്നു. കേട്ട് അതിൽ ലയിച്ച് സമയം പോയതൊന്നും അറിഞ്ഞില്ല. ഓടി ജോലി സ്ഥലത്ത് പോയപ്പോൾ ഓണർ ചോദിച്ചു, എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. അല്ല സാറേ, വരണ വഴിക്ക് നല്ല ശബ്ദം, എന്ത് നല്ല ഭഗവത് കഥകളാണ് പറയണത്, കണ്ണീര് വന്നു പോയി സാർ, അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം അങ്ങനെ കേട്ടിരുന്നു പോയി. അത്ര നന്നായിട്ട് നീ എന്താ കേട്ടത് പറയുമോ? അയ്യോ സാറേ, അതൊന്നും പറയാനുള്ള ബുദ്ധിയൊന്നും നമുക്കില്ലല്ലോ, അതൊന്നും പറയാനുള്ള ബുദ്ധിയൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇതൊന്നും പറയാനുള്ള ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ നീ പോയത്? നാളെ തൊട്ട് കൃത്യസമയത്ത് ജോലിക്ക് വരണം. നീ ഇതുവരെയ്ക്കും തെറ്റിച്ചിട്ടില്ല, ഇപ്പം തെറ്റിക്കണോ, അതുകൊണ്ട് കൃത്യസമയത്ത് നാളെ തൊട്ട് ജോലിക്ക് വരണം എന്ന് പറഞ്ഞു. ശരി സാർ എന്ന് പറഞ്ഞു.
അടുത്ത ദിവസമായപ്പോൾ ഇതേ പ്രോസസ്സ്. അവിടെ പോയിരുന്നു, സമയം പോയത് അറിഞ്ഞില്ല, ഓടിയിട്ട് ഓഫീസിൽ വന്നു, ഓടിയിട്ട് ജോലി സ്ഥലത്ത് വന്നപ്പോൾ ചോദിച്ചു എവിടെ പോയി. ഇത് പോണ്ടാന്ന് വിചാരിച്ചതാണ്, പക്ഷെ കേട്ടപ്പോൾ പറ്റണില്ല, എന്നെ എന്തോ ആകർഷിച്ച് അവിടെ കൊണ്ടിരുത്തി അത്ര. ഇന്ന് എന്താ നീ സ്പെഷ്യലായിട്ട് കേട്ടത്? അയ്യോ എനിക്കത് പറയാൻ അറിയില്ല സാറേ, അതൊക്കെ വലിയ വലിയ കാര്യമല്ലേ, പക്ഷെ ഒരു ആനന്ദമുണ്ട് ഞാൻ കേട്ടു അത്ര. അപ്പോൾ നല്ല ചീത്ത പറഞ്ഞിട്ട് നാളെ നീ ഇതുപോലെ ആവർത്തിച്ചാൽ നിന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞു. ശരി സാർ എന്ന് പറഞ്ഞ് പോയി. അടുത്ത ദിവസമായപ്പോൾ പോണ്ടാന്ന് വിചാരിച്ച് അതുവഴിയൊക്കെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ എന്തോ ഒരു ആകർഷണം കൊണ്ട് പോയിരുന്നു, വീണ്ടും താമസിച്ചു. അപ്പം ഇയാൾ വെളിയിൽ ജോലി സ്ഥലത്ത് വെളിയിൽ അങ്ങനെ നിൽക്കണു. ഇയാൾ പറഞ്ഞു നീ ആ ചാണക വെട്ടി ഇങ്ങെടുത്തിട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പം ഇവർ പോയി ആ ചാണക വെട്ടി എടുത്തു. എന്നിട്ട് വരൂ, ആ പുഴയിൽ നിന്ന് നീ കുറച്ച് വെള്ളം ശേഖരിച്ചുകൊണ്ട് വരൂ. ചാണക വെട്ടി നമുക്ക് നോക്കിയാൽ അറിയാം, എല്ലാത്തിലും ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടായിരിക്കും. അപ്പം ഇവർ വെള്ളം എടുത്തുകൊണ്ട് വരാൻ ശ്രമിക്കണു. അടുത്ത് വരുമ്പോഴേക്കും ഒരു തുള്ളി വെള്ളമില്ല. വീണ്ടും പോകാൻ പറഞ്ഞു. വീണ്ടും പോയി. അങ്ങനെ 10-35 പ്രാവശ്യം പറഞ്ഞു വിട്ടു അത്ര. എന്നിട്ട് ഇവരടുത്ത് പറയാണ്, നീ ഇത്ര നേരം വെള്ളം കോരിയിട്ടും ഒരു തുള്ളി വെള്ളം കൂടെയും ആ ചട്ടിയിൽ വന്നില്ല. ഇതുപോലെയാണ് നീ എത്ര സത്സംഗത്തിനോ ഭഗവത് കഥകൾ കേട്ടാലോ ഒന്നും ഒരു തരി നിന്റെ ഉള്ളിൽ നിൽക്കണില്ല, പിന്നെ നീ എന്തിനാ പോണതെന്ന് ചോദിച്ചു അത്ര. അപ്പോൾ ഇവരുടെ മറുപടിയാണ് നമുക്കെല്ലാം ആനന്ദം തരണത്. എന്നുവെച്ചാൽ അവർ പറഞ്ഞു, ഇത്ര നേരം ആ ജലം എടുത്തുകൊണ്ട് വന്നിട്ടൊന്നും ഒരു തുള്ളി ഒരു ഡ്രോപ്പ് വെള്ളം അതിൽ നിന്നില്ല എന്ന് ശരി തന്നെ, പക്ഷേ ഈ ചട്ടി ശുദ്ധമായില്ല. ഈ ചട്ടി ശുദ്ധമായില്ല. നിറച്ച് ചാണകമൊക്കെ പറ്റിക്കിടന്ന് ഈ ചട്ടി ശുദ്ധമായി. അതുപോലെ സത്സംഗത്തിൻ്റെ പർപ്പസ് ഈസ് ടു പ്യൂരിഫൈ യുവർ സെൽഫ്. അല്ലാതെ ഇത് പറഞ്ഞു കൊടുക്കാനോ ഒന്നുമല്ല, ഇത് ആർക്കെങ്കിലും ധരിപ്പിക്കണോ ഒന്നുമല്ല. ഇറ്റ് ഈസ് ഫോർ യു. എന്തിനാണ്? തനിക്ക് കരകയറാൻ വേണ്ടിയിട്ട്, തനിക്ക് സത്യമറിയാൻ വേണ്ടിയിട്ട്, തനിക്ക് വിചാരം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇത് പെട്ടെന്നൊന്നും ഹിയറിംഗ് ഒന്നും എല്ലാവർക്കും ശരിയാവില്ല. നമ്മൾ കരുതും എന്ത് പറഞ്ഞാലും കേൾക്കണമല്ലോ എന്ന് വിചാരിക്കും, പക്ഷെ അത് ഹൃദയത്തിൽ പോകണമെങ്കിൽ വലിയ പാടാണ്. അതുകൊണ്ട് വളരെ സുസൂക്ഷ്മമായതാണ് ഹിയറിംഗ് എന്ന് പറയുന്നത്. ദേവിയുടെ ആദ്യ രൂപം ശബ്ദരൂപിണ്യേ നമഃ, ശബ്ദബ്രഹ്മം. ആ ശബ്ദബ്രഹ്മം വലിയ ഒരു സൂക്ഷ്മമായിട്ടുള്ളൊരു പൊരുളാണ്. അതുകൊണ്ട് അതിനെ അതീവ ശ്രദ്ധയോടുകൂടിയേ നമുക്ക് ഉള്ളിൽ പ്രകാശിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ഇന്ദ്രിയവും ഞാനല്ല, ന ഇന്ദ്രിയ. കാരണം ഇന്ദ്രിയത്തിലൂടെയൊക്കെ കേൾക്കുന്നത് ഒരാളാണ്, കാതിലൂടെ കേൾക്കുന്നത് ഒരാളാണ്, കണ്ണിലൂടെ കാണുന്നത് ഒരാളാണ്. കണ്ണു മാത്രം സ്വമേധയാ പ്രകാശിക്കില്ല, കാണില്ല. കണ്ണു മാറ്റി വേറൊരാൾക്ക് വെച്ചു കൊടുത്താൽ ഇന്നലെ വരെ കണ്ടതൊക്കെ ഈ കണ്ണ് പറയില്ല. കണ്ണ് പുതിയതായിട്ട് തന്നെ നോക്കും. കാരണം ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഉപകരണം, ഒരു ഇൻസ്ട്രുമെന്റ് മാത്രം. അപ്പോൾ ഇന്ദ്രിയമൊന്നും ഞാനല്ല, ഇന്ദ്രിയം ഒന്നും ഞാനുമായിട്ട് സംബന്ധമില്ല. നമ്മൾ ഇതിനൊക്കെ ഞാനെന്ന് കരുതണു, അത് അജ്ഞാനത്തിലാണ്, അവിദ്യയിലാണ്. അപ്പോൾ ഈ അവിദ്യയൊക്കെ നിവാരണം ചെയ്തു നോക്കിയാൽ അനൈകാന്തികത്വാത് സുഷുപ്തൈക സിദ്ധ. ഐകാന്തം എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ഉണ്ടാവാത്തതും ഒരു കാലത്തും ഇല്ലാതാവാത്തതും എന്ന് വെച്ചാൽ ഉള്ള പൊരുൾ എന്നർത്ഥം, സാക്ഷി എന്നർത്ഥം. അനൈകാന്തം എന്ന് പറഞ്ഞാൽ സാക്ഷിയല്ലാത്തത്, വന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, ആഗമാ പായിനാഹ, വന്നും പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള നിത്യമല്ലാത്ത പൊരുൾ, അനിത്യമായിട്ടുള്ള പൊരുൾ. അനൈകാന്തികത്വാത് സുഷുപ്ത്യൈക സിദ്ധ. ഈ അനൈകാന്തികമായിട്ടുള്ളതിനൊക്കെ തള്ളിക്കളഞ്ഞാൽ സുഷുപ്തി. നോക്കൂ, ആചാര്യസ്വാമികൾ ഈസ് പോയിന്റിങ് ഔട്ട് ദ ഡെയിലി എക്സ്പീരിയൻസ് ഓഫ് അസ്. നമ്മളുടെ ഡെയിലി എക്സ്പീരിയൻസ്, ഡെയിലി വി ആർ ഗോയിങ് ടു ദാറ്റ് സ്റ്റേറ്റ് ഫോർ സം ടൈംസ്, ഫോർ
for a limited time we will go to that space where there is no mind, where there is no body, where there is no brain is working. There only what remains is Shuddha Chaitanyam, Sukham. ശരീരമില്ലാത്തതും മനസ്സില്ലാത്തതും ബുദ്ധിയില്ലാത്തതുമായിട്ടുള്ള ശുദ്ധ ചൈതന്യ ഉണർവിലേക്ക് നമ്മൾ സുഖാനുഭവത്തിൽ, ഉണർവ് നമുക്ക് തോന്നണില്ല. എന്താ? ഉറക്കം എന്ന് വെച്ചാൽ ഈ അജ്ഞാന പാർട്ടിക്കിൾസ് എല്ലാം പോയപ്പോൾ ഉറക്കം വന്നു, വീണുപോയി. വി വിൽ fall into that state. But after waking up, we will say there is nothing. Who is saying that? ആരതിനെ കണ്ടു? ആരാണ് ഒന്നുമില്ല എന്ന് കണ്ടത്? അത് അറിവേ സ്വരൂപമായിട്ടിരിക്കണ ഒരു മംഗളപ്പൊരുൾ. ഒന്നുമില്ലെങ്കിലും why we are going to that state daily? ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്തിനാ പോണത്? ഒന്നുമില്ലെങ്കിൽ നമ്മൾ പോണത് എന്തിനാന്ന് ചോദിച്ചാൽ അവിടെ സുഖമുണ്ട്. വി നോ ദാറ്റ്, അല്ലേ? എന്തൊക്കെ ഇനി സ്വർണം തരാമെന്ന് പറഞ്ഞാലും രാജ്യം എഴുതി തരാമെന്ന് പറഞ്ഞാലും ഒരു 10-15 ദിവസം ഉറങ്ങാതെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ വി കനോട്ട് ഡു ദാറ്റ്. ബിക്കോസ് നമ്മുടെ ഉള്ളത് കൂടെയും നമ്മൾ കൊടുത്തിട്ട് ദാറ്റ് സ്റ്റേറ്റിൽ പോകാൻ നോക്കും, ഉറങ്ങാൻ പോകാൻ നോക്കും. അതുകൊണ്ട് ഈ കള്ളന്മാർക്കൊക്കെ വലിയ ശിക്ഷ എന്തെന്നറിയാമോ? ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ഉറക്കാതെ വച്ചിരിക്കും അത്ര. പോലീസുകാരന്മാർ ഉറങ്ങാതെ വച്ചിരിക്കും, ഉറങ്ങാൻ സമ്മതിക്കില്ല. എന്നിട്ട് ചോദിക്കും അത്ര. അവസാനം ഗതികെട്ട് അവർ കുറ്റസമ്മതനം ചെയ്യും. കാരണം വേറെ വഴിയില്ല, അവർക്ക് ഉറങ്ങാതെ പറ്റില്ല. സ്ഥേന അസ്ഥേന ഭവതി, പിത അപിതാ ഭവതി, പുത്ര അപുത്ര ഭവതി, മാത അമാത ഭവതി, അല്ലേ? നമ്മുടെയൊക്കെ ഈ വേഷം മുഴുവൻ അഴിച്ചു വെച്ചിട്ട് നിർവാണം, അതുകൊണ്ടാണ് ഇതിന് നിർവാണ ദശകം എന്ന് പേര്. ഈ വേഷമൊക്കെ അഴിച്ചു വെച്ചാൽ സുഷുപ്തിയിൽ ഏതൊന്നാണോ ഇനി അഴിക്കാൻ പറ്റാത്തതായിട്ടും ത്യജിക്കാൻ പറ്റാത്തതായിട്ടും ഗ്രഹിക്കാൻ പറ്റാത്തതുമായിട്ടുള്ളൊരു പൊരുളുണ്ടോ, ആ പൊരുള് സർവമംഗളമായത്, സർവഭദ്രമായത്, അതേ ഞാൻ എന്ന് പറഞ്ഞു. തുടർന്ന് നമുക്ക് നാളെ കാണാം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ.